നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2024 ശേഷമുള്ള ISL ടീമുകളുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോയിന്റ് ടേബിൾ ISL പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പലകുറി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം KBCയുടെ പെർഫോമൻസ് അറിയാമല്ലോ, 2024 ശേഷം ഭയങ്കര ഒരു മോശമാണ് ISL നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആകെപ്പാട് ഒറ്റ വിജയം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു റീസൺ ഇഞ്ചറി എന്നുള്ള നിലയിലൊക്കെയാണ് പലരും ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ വീഡിയോസിലങ്ങേട്ടൊക്കെ പറഞ്ഞിരുന്നു ഇഞ്ചറി മാത്രമല്ല മറ്റ് പല ഫാക്ടേഴ്സും ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പം അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ടേബിൾ പുറത്തേക്ക് വിടുമ്പോൾ നമുക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതിലിപ്പം 12 ടീമുകളിൽ ഏറ്റവും താഴെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥാനം എന്നുള്ളതാണ്. അതായത് വെറും 3 പോയിന്റുകൾ മാത്രമാണ് 2024 നേടാൻ സാധിച്ചത്. ഇവൻ ഹൈദരാബാദ് FC ആണെങ്കിലും ചെന്നൈയിൻ FC ഒക്കെ ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് മുകളിലാണ് എന്നുള്ളതാണ്. എസ്പെഷ്യലി ഹൈദരാബാദ് FC ഈ സീസണിൽ അവരെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് ജനുവരിയിലൊക്കെ സ്ട്രഗിൾസൊക്കെ ഉണ്ടായി. ഇപ്പോൾ ലൂണ, പെപ്ര എന്ന താരങ്ങളുടെയൊക്കെ അവൈലബിലിറ്റി എന്നുള്ളതൊരു പ്രശ്നമായി. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഹൈദരാബാദ് FC അവരുടെ വിക്ടർ ഒഴികെയുള്ള വിദേശ താരങ്ങളൊക്കെ പോയി, പ്രധാനപ്പെട്ട ഇന്ത്യൻ താരങ്ങളൊക്കെ പോയി, എന്നിട്ട് അവർ ഫൈറ്റ് ചെയ്തു. ഈവൻ 4 പോയിന്റ്സ് ആണെങ്കിലും KBCയേക്കാൾ ഒരു പോയിന്റ് കൂടുതലാണെങ്കിലും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഇഞ്ചറി മാത്രമാണോ ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഗോവയിലേക്ക് നോക്കൂ, അവർക്കും ഇഞ്ചറി വന്നപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഗോവയുടെ ഇപ്പം നമുക്ക് പോയിന്റ് ടേബിൾ എടുത്തു കഴിഞ്ഞാലും അവർ പറഞ്ഞതുപോലെ 12 പോയിന്റ്സ് ഒക്കെ നേടിയിട്ടുണ്ട്. 24 ഒരു ഇത് നോക്കുമ്പോൾ അവർക്ക് 5ാം സ്ഥാനത്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം ആലോചിക്കാം, മുംബൈ സിറ്റി FCക്കാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലൊരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത്. വിദേശ താരങ്ങൾ ഭൂരിപക്ഷവും ടീം വിട്ടുപോയി. ഇപ്പം ഗ്രിഫിത്സ് ആണെങ്കിലും അല്ലെങ്കിൽ എൽ ഹയാത്തി ആണെങ്കിലും സ്റ്റുവർട്ട് ആണെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട താരങ്ങളാണ്, അവരൊക്കെ പോയി. അതുപോലെ കുറേ ഇഞ്ചുറീസൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പുയൊക്കെ അടക്കമുള്ള താരങ്ങൾക്ക് ചില ഇഞ്ചുറി കാരണം കളിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതുപോലെ ആയുഷ് ഷിക്കാറൊക്കെ ഇഞ്ചുറി പറ്റി. അതുപോലെ പകരക്കാരനായിട്ട് വന്നിട്ടുള്ള ഇക്കർക്കോ റെക്സാനൊക്കെ പരിക്ക് പറ്റി. ഇന്ത്യൻ മുന്നേറ്റ താരങ്ങളെ കൊണ്ട് കളിപ്പിച്ചിട്ട് പോലും അവർക്ക് റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചു. ഈ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് 17 പോയിന്റുകൾ ഈ ഒരു 2024 തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മോഹൻ ബഗാനോടൊപ്പം തന്നെ ഷീൽഡ് റേസിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് മുംബൈ സിറ്റി FC. അപ്പോൾ ഇഞ്ചറി എന്ന് പറയുന്നത് ഒരു കൺസേൺ തന്നെ ആയിരുന്നു KBCയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ വരുത്തിയിട്ടുള്ള അലസത തന്നെയാണ്. സോ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് തന്നെ പറയാം. കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു റീപ്ലേസ്മെൻറ്റ്സ് നടത്തിയിട്ടില്ല. ഇപ്പം പെപ്ര പോയി, ആ ഒരു സാഹചര്യത്തിൽ വരുന്ന താരം എന്ന് പറഞ്ഞാൽ ജസ്റ്റിനാണ്. ജസ്റ്റിൻ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ നമുക്ക് നോക്കുക, ഐ ലീഗിലാണെങ്കിൽ പോലും ഗോകുലത്തിൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ കളിച്ചു വന്നിരുന്ന പ്ലെയറാണ്. അപ്പം അദ്ദേഹത്തിന് എന്ത് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഒരു എന്താ പറയുക ചോദ്യചിഹ്നമാണ്. അതിനോടൊപ്പം തന്നെ റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട്. ഇപ്പം നോക്കുക, ജസ്റ്റിനെ മര്യാദയ്ക്ക് കളിപ്പിക്കുന്ന പോലും ഇല്ല. സോ ഇമ്പ്രസീവ് അല്ല. അപ്പം എന്തുകൊണ്ട് ജസ്റ്റിൻ അവിടെ വന്നു എന്നുള്ള ചോദ്യചിഹ്നമൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പം 6 വിദേശ താരങ്ങളെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുള്ളൂ. അപ്പം അവർക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നവരായിരിക്കണം എന്നുള്ളത് ഉറപ്പിക്കുക, അല്ലാണ്ട് ഈ പരിപാടി നടക്കില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യൻ അറ്റാക്കേഴ്സിൽ നിന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമാണ്. നമുക്ക് ബ്രൈസിനെയും അതുപോലെ ബിദ്യയും വിട്ടുകൊടുത്തിട്ടും അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ സാധിച്ചോ? ഇല്ല. അപ്പം വെസ്റ്റിയൊക്കെ പറയും ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് പ്ലെയേഴ്സിനെ കിട്ടാനില്ല. ഇത് എനിക്ക് വയ്യ, പറഞ്ഞ് ഞാൻ മടുത്തു. കാരണം ബാക്കിയുള്ള ടീമിലെ ആളുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മാത്രം എന്താണ് ഈ മാർക്കറ്റിൽ എടുക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു ചോദ്യം. മറ്റൊന്നുമല്ല, നമ്മൾ സീസണിലൊക്കെ തുടക്കത്തിൽ പ്ലെയേഴ്സിനെയൊക്കെ എടുക്കും, ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലേക്കൊക്കെ പോകും. സോ അത് അങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ ആരാധകർ കാണിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ വേറെ എന്ത് എഫേർട്ട് ഇടുന്നതാണെങ്കിലും അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. ആ ഒരു സ്ട്രോങ് നമ്മുടെ ടീമിനെ ബാക്ക് ചെയ്യാനും മാനേജ്മെൻറ്റ് സൈഡ് കാണിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ, ഇപ്പം ജനുവരിയിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് കുറച്ചെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതും കൂടിയാണ് അവിടെ ഒരു ഫാക്ടറായിട്ട് വന്നത്. പിന്നെ കോച്ചിൻ്റെ സൈഡിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പം ഇത്രയും സ്ട്രഗിൾ ഉണ്ടായിട്ടും ഹൈദരാബാദിനെ പോലുള്ളൊരു ടീമിനെ അവർ യങ്സ്റ്റേഴ്സിനെയൊക്കെ വെച്ചിട്ടും തങ്ബോയ് സിംഗ് കുറേയൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ലെവലിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു കമ്പാരിസൺ അവിടെ വെക്കാം വേണമെങ്കിൽ. അതിനേക്കാൾ കൂടുതലും ഞാൻ പറഞ്ഞാൽ അതർ സൈഡിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസിലും വരെ കാണിക്കും. നടന്നു ഷാൻ സൈനിങ് ഓഫ്.